പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും 1000 നന്ദി. 2019 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ജോളി, ഇതെൻ്റെ ഹസ്ബൻഡ് ആൻ്റണി അമാർ, ഇതെൻ്റെ മകൻ ക്രിസ്റ്റി. 2019 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. 8 പ്രാവശ്യമായിട്ട് ഞങ്ങൾ പുതുക്കിയിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളിലായിട്ട് ഇവിടെ പുതുക്കാൻ വരുമ്പോഴെല്ലാം സാക്ഷ്യം പറയണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വരാറുള്ളത്. പക്ഷെ പലപ്പോഴും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ 7 പ്രാവശ്യവും സാക്ഷ്യം പറയാൻ എല്ലാം റെഡിയായി വന്നിട്ടും പറയാതെ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാതാവ് ഈ ഒരു അവസരത്തിൽ ഈ പ്രാവശ്യം സാക്ഷ്യം പറയുവാൻ വേണ്ടി അവസരമൊരുക്കി തന്നതിന് ആദ്യമേ തന്നെ മാതാവിന് 1000 നന്ദി പറയുന്നു. എനിക്ക് 3 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, രണ്ടാമത്തവൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു, മൂന്നാമത്തവൻ MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യത്തിൽ ആദ്യമേ പറയാനുള്ളത്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് 20 വർഷമായിട്ട് ചെറിയ ഒരു വഴിയിൽ കൂടി മാത്രമാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. വഴി റോഡ് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ 2-2.5 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി തന്നെ തരണമായിരുന്നു. ആ വ്യക്തിയോട് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പൈസ തരാം, ആ സ്ഥലം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഒരിക്കൽ പോലും ആ സ്ഥലം വിട്ടു തരുവാൻ അദ്ദേഹം മനസ്സ് വെച്ചില്ല. 2022 ജൂൺ മാസം 13-ാം തീയതി ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ആ സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു രംഗമായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഞാൻ ഒപ്പിട്ട് തരേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വഴിക്കുള്ള സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഈ വഴിക്ക് വേണ്ട ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ദൈവമാതാവിൻ്റെ മുമ്പാകെ ഈ വഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ ആ ദിവസം തന്നെ അദ്ദേഹം വരികയും, അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഫീസ്റ്റ് ഡേയും ബർത്ത്ഡേയും കൂടെ ഒരുമിച്ചായിരുന്നു. ആ ദിവസം തന്നെ അദ്ദേഹം വന്ന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അനുവദിച്ച് തന്നതിനും സ്ഥലം തന്നതിനും മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമത് 65 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം പഴയ ഒരു വീടായിരുന്നു. വീടെന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഭിത്തി ഇങ്ങനെ പൊളിഞ്ഞ് പൊട്ടി വരും, കുറേ സ്ഥലങ്ങളിൽ നനയും, ഇങ്ങനെയെല്ലാം ആയിരുന്നു. ഭവനം പണിയണമെന്ന് മാതാവിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഭവനം ഞങ്ങൾക്ക് പണിത് തരണമെന്ന്. അതും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ 2023 പുതിയൊരു നല്ല ഭവനം ഞങ്ങൾക്ക് പണിത് മാതാവ് തന്നു. അതിന് മാതാവിന് 1000 നന്ദി. മൂന്നാമതായി സാക്ഷ്യം പറയാനുള്ളത് മക്കളുടെയാണ്. മക്കളിപ്പോൾ സ്ഥലത്ത് അവർ ഇല്ല എങ്കിലും അവർ തന്നെ വന്ന് ഉടമ്പടി അവരുടെ അനുഭവങ്ങൾ അവർ പറയട്ടെ എന്നാണ് പറയുന്നത്. ഇളയ മകൻ്റെ അനുഭവ സാക്ഷ്യം അവൻ തന്നെ പറയും. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ BSc മാത്സ് പഠിച്ചിരുന്ന സമയത്ത് കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തത്തിൽ 12 സപ്ലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ അമ്മയും പപ്പയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നോട് പരീക്ഷയിൽ ഇനി കാശ് രൂപമായിട്ട് പോയിരുന്ന് എക്സാം എഴുതി നോക്കുമെന്ന് പറയുകയും, അതെല്ലാം കാശ് രൂപമായിട്ട് പോയിരുന്ന് എഴുതുകയും എല്ലാ എക്സാമും തന്നെ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ MScക്ക് ജോയിൻ ചെയ്തു. MScയിലും എല്ലാ എക്സാമും കാശ് രൂപം കൊണ്ട് എഴുതിയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ 3 സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 3 സെമസ്റ്ററിലും എനിക്ക് ഓവറോൾ A ഗ്രേഡോടെ പാസ്സാവാൻ സാധിച്ചു. പിന്നെ MSc തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിൽ ഞാൻ കാശ് രൂപം കയ്യിൽ കൊണ്ടുപോവുകയും ആ ഇൻ്റർവ്യൂവിൽ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് കയറാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു. ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത്, ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യുന്നതാണ് കാരുണ്യ പ്രവർത്തികൾ. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ആര് കടന്നു വന്നാലും അവരെ വെറും കൈയോടെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു വിടാറില്ല. അതോടൊപ്പം തന്നെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക്, പഠിക്കാൻ സഹായിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നന്നായിട്ട് പൈസ മുടക്കി അവരെ പഠിപ്പിച്ചെടുക്കുകയും അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഒരു
BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിന് അവസാന വർഷമായപ്പോഴേക്കും അവളുടെ ഫാദർ മരിച്ചുപോയി. അപ്പോഴേക്ക് ആ കൊച്ചിന് 1,60,000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇതുപോലെ 1,60,000 രൂപ ഫീസ് അടച്ചില്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല, ലാസ്റ്റ് എക്സാമാണ്, ഈ എക്സാമിന് ഞാൻ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഇത്രയും നാളത്തെ പഠനം വെറുതെ ആയിപ്പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ചു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ അവരതിന് അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ആ 1,60,000 രൂപയും അവൾക്ക് ഫീസായി അടയ്ക്കാനും അവളെ ആ പരീക്ഷ എഴുതി ഇപ്പോൾ പാസ്സായി അടുത്ത ഉടനെ തന്നെ ഇൻ്റർവ്യൂവിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, ഞങ്ങളുടെ ആരുടെയും പ്രശസ്തിയല്ല, മാതാവിൻ്റെ കൃപ കൊണ്ടാണ് അത്രയും ഒരു തുക കൊടുത്ത് അവളെ പഠിപ്പിക്കുവാനും അവളെ ആ ഒരു ഉന്നത നിലയിലേക്ക് ഉയർത്തുവാനും ആ കുടുംബത്തെ രക്ഷിക്കുവാനും അമ്മയാണ് ഞങ്ങളെ സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളായി കഴിയുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി അടുത്തത് പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതിൻ്റെ ജീവിത പങ്കാളി പറയും. പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണത്തിലൂടെയാണ് നടത്തുന്നത്. അത് വീടുകൾ തോറും കയറിയിറങ്ങിയും ആശുപത്രിയിൽ പോയും ഒക്കെയാണ് പത്രം വിതരണം ചെയ്യുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ പത്രം കൊടുക്കാറ്. പല വ്യക്തികളോടും മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, മാതാവിലൂടെ ഞങ്ങൾ നേടിയ അനുഗ്രഹങ്ങൾ വിവരിച്ച് പറഞ്ഞിട്ട് അവരോടും മാതാവിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരികയില്ല, അവിടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞൊക്കെ കൊണ്ടാണ് പത്രവിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബൈബിൾ വായന, ഞാൻ നേരത്തെ ഒക്കെ ബൈബിൾ വല്ലപ്പോഴൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂറിൽ കുറയാതെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് സാക്ഷ്യമായി തീർന്ന പ്രഘോഷണമായി തീർത്തക്ക രീതിയിൽ മാതാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. കഴിയുന്നത് എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാതാവ് ചെയ്ത അനുഗ്രഹമാണ്. മാതാവിൻ്റെ പ്രത്യേക കരുണയും കരുതലുമാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത്. മാതാവിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അനേകം ആയിരം നന്ദി അമ്മയ്ക്കും അമ്മയുടെ തിരിക്കുമാരനും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 6 വർഷങ്ങളായെങ്കിലും പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ചൊല്ലും. പക്ഷേ എന്നാലും ചിലപ്പോഴും മടിയൊക്കെ തോന്നാറുണ്ട്. താമസിച്ചൊക്കെ ആണെങ്കിൽ ഞാൻ നീരസം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി പുറകോട്ടായിരുന്നു ഞാൻ. ഈ ഉടമ്പടി എടുത്ത് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുകയും ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറയും, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി നിങ്ങൾക്ക് കിട്ടും, അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോ, അമ്മയുടെ കാശുരൂപം എടുത്തുകൊണ്ട് പോ എന്നൊക്കെ പറയുമായിരുന്നു. അത് എനിക്ക് കിട്ടിയ വലിയൊരു വിശ്വാസത്തിൻ്റെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഞാൻ എൻ്റെ മക്കൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എൻ്റെ ബൈബിൾ വായനകളും പ്രാർത്ഥനകളും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും എല്ലാം വളരെ സജീവമായിട്ട് ഇന്ന് കടന്നു പോകുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ഭവനത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. യേശു അപ്പച്ചനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു. സെഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ആൻ്റണി സാറും ഫാമിലി ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അവർക്ക് 20 വർഷമായിട്ട് വഴിയില്ലായിരുന്നു. ആ വഴിയിൽ അവർ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മിറാക്കുലസ് ആയിട്ട് അവർക്ക് ആ വഴി കിട്ടുകയും ചെയ്തു. അത് സാറിൻ്റെ ഫീസ് ഡേയും ബർത്ത്ഡേൻ്റെ ദിവസം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് 65 വർഷമായിട്ടുള്ളൊരു വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല പുതിയ വീട് വേണമെന്ന്. അതുപോലെ ആ ആഗ്രഹവും മാതാവ് സാധിച്ചു. അതുപോലെ അവരുടെ മോന് MSc പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 12 സപ്ലി ഉണ്ടായിരുന്നു. ആ സപ്ലിയും ക്ലിയർ ചെയ്തു, ഇൻ്റർവ്യൂവും പാസ്സായി, നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നമ്മുടെ കൃപാസന അൾത്താരയിൽ ഉയർത്തിയതിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.